നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. കേരളത്തെ ഏറെ നൊമ്പരപ്പെടുത്തിയ ഒരു വാർത്തയായിരുന്നു പത്തനംതിട്ടയിലെ ജസ്നയുടെ തിരോധാനം. ഇതാ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത അതിലേറെ നൊമ്പരപ്പെടുത്തുന്നതാണ്. ജസ്നയുടെ തിരോധാനം സംബന്ധിച്ച കേസ് അന്വേഷണം CBI അവസാനിപ്പിച്ചു. ജസ്നയ്ക്ക് എന്ത് സംഭവിച്ചെന്ന് കണ്ടെത്താനായില്ലെന്നാണ് കോടതിയിൽ സമർപ്പിച്ച അന്തിമ റിപ്പോർട്ടിൽ CBI വെളിപ്പെടുത്തിയത്. കൂടുതൽ തെളിവ് ലഭിച്ചാൽ തുടർ അന്വേഷണം നടത്താമെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കി. ജസ്നയുടെ ബന്ധുക്കൾക്കോ അടുത്ത സുഹൃത്തിനോ തിരോധാനത്തിൽ പങ്കില്ല എന്നും CBI കണ്ടെത്തി. റിപ്പോർട്ടിൽ കോടതിയുടെ തീരുമാനം നിർണായകമാകും. ജസ്ന ജീവിച്ചിരിപ്പുണ്ടെന്ന സൂചന ലഭിച്ചിരുന്നു എന്നായിരുന്നു കേരള പോലീസിന്റെ കണ്ടെത്തൽ. എന്നാൽ അത്തരം തെളിവൊന്നും ലഭിച്ചില്ല എന്നാണ് CBIയുടെ നിലപാട്. മതപരിവർത്തന കേന്ദ്രങ്ങളിലും CBI പരിശോധന നടത്തി. നിർണായകമായ ആദ്യ 48 മണിക്കൂറിൽ കേരള പോലീസ് ഒന്നും ചെയ്തില്ലെന്ന് CBI കുറ്റപ്പെടുത്തുന്നു. ഒരാഴ്ച കഴിഞ്ഞാണ് അന്വേഷണം ഊർജിതമാക്കിയത്. 2018 മാർച്ച് 22-നാണ് 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയായ ജസ്ന മരിയം ജെയിംസിനെ പത്തനംതിട്ട വെച്ചൂച്ചിറയിലെ വീട്ടിൽ നിന്നും കാണാതായത്. മുണ്ടക്കയത്തെ ബന്ധുവീട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്നും ഇറങ്ങിയത്. എരുമേലി വരെ ബസ്സിൽ എത്തിയത് കണ്ടവരുണ്ട്. എങ്കിലും ജസ്ന എവിടെയെന്ന വലിയ ചോദ്യത്തിന് ഉത്തരമില്ലാതെ രാജ്യത്തെ പ്രധാന അന്വേഷണ ഏജൻസിയും പിൻവലിയുകയാണ്. ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച കേസ് അവസാനം CBIക്ക് കൈമാറുകയായിരുന്നു. തിരുവല്ല DYSPയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ അന്വേഷണത്തിൽ തുമ്പൊന്നും കിട്ടാതെ വന്നതോടെ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറി. ക്രൈംബ്രാഞ്ച് മേധാവിയായിരുന്ന ADGP ടോമിൻ തച്ചങ്കേരിയുടെ നേതൃത്വത്തിൽ അന്വേഷിച്ചിട്ടും കേസിൽ പുരോഗതി ഒന്നും തന്നെ ഉണ്ടായില്ല. ചില നിർണായക വിവരം ലഭിച്ചെന്ന് അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞ തച്ചങ്കേരി പിന്നീട് അതേപറ്റി ഒന്നും പറഞ്ഞില്ല. ഒടുവിൽ ബന്ധുക്കൾ ഹൈക്കോടതിയെ സമീപിച്ചാണ് കേസ് CBI അന്വേഷണത്തിന് ഉത്തരവ് നേടിയത്. രാജ്യത്തിനകത്തും പുറത്തും അന്വേഷിച്ച ശേഷമായിരുന്നു കേസ് അവസാനിപ്പിക്കുന്നതെന്ന് CBI അധികൃതർ പറയുന്നു. സംശയിച്ച 2 പേരെ നുണ പരിശോധനയ്ക്ക് വിധേയമാക്കി. ജയിലിലെ ചില തടവുകാരെയും CBI ചോദ്യം ചെയ്തു. ജസ്നയ്ക്ക് എന്ത് സംഭവിച്ചു എന്നറിയാമെന്ന് കൊല്ലം ജില്ലാ ജയിലിലെ സഹ തടവുകാരൻ തന്നോട് പറഞ്ഞതായി പൂജപ്പുര ജയിലിലെ ഒരു തടവുകാരൻ വെളിപ്പെടുത്തിയിരുന്നു. പൂജപ്പുര ജയിലിലെ തടവുകാരനെ CBI ചോദ്യം ചെയ്തുവെങ്കിലും കൊല്ലത്തുണ്ടായിരുന്ന തടവുകാരനെ കണ്ടെത്താനായില്ല. മുണ്ടക്കയത്തുള്ള ബന്ധുവീട്ടിലേക്ക് പോയ ജസ്ന തിരിച്ചെത്തിയില്ല എന്ന് കാട്ടി പിതാവ് ജെയിംസ് നൽകിയ പരാതിയിലാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത്. ജസ്ന പോകാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളും വെച്ചുച്ചിറ പോലീസ് അന്ന് അന്വേഷിച്ചു. ആകെയുള്ള പിടിവള്ളി CCTV ദൃശ്യങ്ങൾ മാത്രമായിരുന്നു. ബന്ധുക്കൾ നടത്തിയ അന്വേഷണത്തിൽ മുണ്ടക്കയത്തുള്ള ബസ്സിൽ ജസ്ന ഇരിക്കുന്നതായിട്ട് CCTVയിൽ കണ്ടെത്തിയിരുന്നു. എന്നാൽ അത് സ്ഥിരീകരിക്കാൻ പോലീസിന് കഴിഞ്ഞില്ല. സുഹൃത്തിനൊപ്പം പോയതാണെന്നുള്ള പ്രചാരണത്തെ തുടർന്ന് സഹപാഠിയെ ചോദ്യം ചെയ്തുവെങ്കിലും കാര്യം ഒന്നും ഉണ്ടായതുമില്ല. വെച്ചുച്ചിറ പോലീസിന് ശേഷം പെരുന്നാട് പോലീസും കേസ് അന്വേഷിച്ചു. തുമ്പില്ലാതെ മടക്കി. പിന്നീട് തിരുവല്ല DYSPക്കായി അന്വേഷണ ചുമതല. തുടർന്ന് കേസ് അന്വേഷണം ബ്രാഞ്ചിന് കൈമാറി. ലോക്കൽ പോലീസിനെ കണ്ടെത്തലിൽ കൂടുതലൊന്നും ക്രൈംബ്രാഞ്ചിനും ലഭിച്ചില്ല. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് CBI കേസ് അന്വേഷണം ഏറ്റെടുത്തു. ജസ്നയുടെ സഹോദരനും KSU സംസ്ഥാന അധ്യക്ഷനുമായിരുന്ന KM അഭിജിത്തും നൽകിയ ഹർജിയിലാണ് കേസ് പരിഗണിച്ചത്. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിനിടെ അന്ന് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയായിരുന്ന KG സൈമൺ ജസ്നയുടെ വെച്ചുച്ചിറയിലെ വീട്ടിൽ സന്ദർശനം നടത്തി പോസിറ്റീവ് വാർത്തയ്ക്ക് അധികം കാത്തിരിക്കേണ്ടി വരില്ല എന്ന സൂചന നൽകി. ക്രൈംബ്രാഞ്ച് ADGP ആയിരുന്ന ടോമിൻ തച്ചങ്കേരിയും ജസ്നയെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ കിട്ടിയെന്ന സൂചന നൽകിയിരുന്നു. ജസ്നയെ കണ്ടെന്ന അവകാശവാദവുമായി വിവിധ ഇടങ്ങളിൽ നിന്നും ഫോൺ കോളുകൾ എത്തി. എന്നാൽ അതൊന്നും അന്വേഷണത്തിന് ഗുണകരമായില്ല എന്നതാണ് സത്യം. ജസ്നയെക്കുറിച്ചുള്ള വിവരം നൽകാൻ പോലീസ് പൊതുസ്ഥലങ്ങളിൽ പെട്ടികൾ സ്ഥാപിച്ചിരുന്നു. ഇതിലെ സൂചനകൾ തേടിപ്പോയ പോലീസ് 100 കണക്കിന് ആളുകളെ ചോദ്യം ചെയ്തു. 10,000-കണക്കിന് ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തി. ജസ്നയ്ക്കായി CBI ഇന്റർപോൾ മുഖേന 191 രാജ്യങ്ങളിൽ യെല്ലോ നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. ജസ്ന വിദേശ രാജ്യത്തുണ്ടെന്ന വാദവും ഇതിനിടെ ഉയർന്നു. എന്നാൽ അതിനെ സാധൂകരിക്കുന്ന തെളിവുകളൊന്നും ലഭിച്ചതുമില്ല. ഇതിനിടെയാണ് ചില തീവ്രവാദ സംഘടനകളുമായി ബന്ധപ്പെട്ട ജസ്നയുടെ പേര് പുറത്തു വന്നത്. എന്നാൽ ഇക്കാര്യത്തിലും സ്ഥിരീകരണം ഉണ്ടായില്ല. അങ്ങനെ ഇന്നും കാണാമറയത്ത് ഉള്ള ജസ്ന കേസ് CBIയും കൈവിട്ടിരിക്കുന്നു.